തൃശൂർ പുത്തൂരിലെ സുവോളജിക്കൽ ലബുമായി ബന്ധപ്പെട്ട KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ് അനുമതി നൽകിയതായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി കെ ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഡബിൾ ഡെക്കർ ബസ് അനുവദിക്കുന്ന തീരുമാനമുണ്ടായിരിക്കുന്നത്. തൃശൂർ പുത്തൂരിലെ സുവോളജിക്കൽ ലാബിന് അകത്ത് മിനി ബസ്സുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഇടയിലാണ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഗതാഗത വകുപ്പ് മന്ത്രിയോട് ഇക്കാര്യം ആവശ്യപ്പെടുന്നത്. സ്വിഫ്റ്റിൽ ഒരു ഡബിൾ ഡെക്കർ ഇത് കുമളി നഗര കാഴ്ചകൾക്ക് വേണ്ടി കേട്ടോ ഡബിൾ ഡെക്കർ ഓപ്പൺ ബസ് വേണമെന്ന് പറഞ്ഞതാണ് ആവേശം. ഒരു വണ്ടി വാങ്ങാൻ വേണ്ടി ഇപ്പൊ തന്നെ ചുമതലപ്പെടുത്തും. അതുകൂടെ ഫോട്ടോ എടുത്തു. ഒരു ഡബിൾ ചുമതലപ്പെടുത്തും. സ്വിഫ്റ്റിൽ ഒരു ഡബിൾ ഡെക്കർ 2 കോടി 1.5 കോടിയും കണ്ട നേരത്തെ അനുവദിച്ചിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ പ്രകാരം പുതിയ ഒരു ഡബിൾ ഡെക്കർ വണ്ടി, ബാറ്ററി ഓപ്പറേറ്റഡ് ഡബിൾ ഡെക്കർ വണ്ടി വാങ്ങി തൃശ്ശൂർ ഓടിക്കാൻ വേണ്ടി നൽകി കഴിഞ്ഞിട്ടുണ്ട്. 1.5 കോടി രൂപയുടെ ഡബിൾ ഡെക്കർ ബസ് തൃശൂരിന് അനുവദിച്ചതായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. തൃശൂർ നഗരക്കാഴ്ചകൾ എന്ന് പേര് നൽകിയിരിക്കുന്ന ബസ് നഗരത്തിൽ നിന്നും സ്വരാജ് റൗണ്ട് ചുറ്റി സുവോളജിക്കൽ പാർക്കും ചുറ്റി നഗരത്തിൽ അവസാനിക്കുന്ന രീതിയിലായിരിക്കും യാത്രാപഥം ഉണ്ടായിരിക്കുക. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ആവശ്യപ്പെട്ടത് പ്രകാരം അടിയന്തരമായി തന്നെ ഡബിൾ ഡെക്കർ ബസ് തൃശൂരിന് അനുവദിക്കാനുള്ള നിർദ്ദേശങ്ങൾ KSRTC MTക്ക് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി.